നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അനുരാഗ് മനോഹരാണ് സംവിധാനം ചെയ്തത്. എഴുതിയിരിക്കുന്നത് അബിൻ ജോസഫ്, സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിജയ്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്സ് ബിജോ. ഈ സിനിമയുടെ ഒരു ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കേട്ടോ. ടച്ച് ചെയ്യുന്ന സീനിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. അതുപോലെ തന്നെ നല്ല പഞ്ചിങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സീനിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊണ്ടുവന്നു. അത് ഇല്ല സാധനമാണ് കേട്ടോ ചെയ്ത് വെച്ചത്, ഒരു രക്ഷയില്ല. പിന്നെ മിന്നൽ പല എന്ന് പറയുന്ന സോങ് ഒക്കെ തിയേറ്ററിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് കേട്ടോ നരിവേട്ട. അതാണെങ്കിൽ ഒരു ചെറിയൊരു വെട്രിമാറിന്റെ ഒരു പടം കണ്ട ഫീലൊക്കെ തോന്നി ഈ ഒരു സിനിമ. പെർഫോമൻസ് വൈസ് ഒക്കെ ഒബിനോ, സുജാസ് വെഞ്ഞാറും, ചേരൻ, ആര്യ സലീം, കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ മറ്റേ സൂപ്പർ സിദ്ദീഖെന്നാണ് സിനിമയുടെ പേര്. അതിൽ ധ്യാൻ ശ്രീനിവാസനും മുകേഷൊക്കെ ഉള്ളൊരു പടം. അതിനകത്ത് ഒരു ക്യാരക്ടർ, തമിഴ് ക്യാരക്ടറൊക്കെ ചെയ്തൊരു പുള്ളിക്കാരുണ്ട്. അത് ആ ഒരു പുള്ളിക്കാരൻ ഇപ്പൊ ഇതിൽ ഈ ഒരു സിനിമയിലുണ്ട് കേട്ടോ. അദ്ദേഹം നല്ലപോലെ ചെയ്യുന്നുണ്ട്. എന്നാലും അദ്ദേഹം ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിട്ട് ആ ഒരു പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ നമുക്ക് സത്യം പറയാലോ ഒരു വിഷമം തോന്നും. അത് ഞാൻ അറിയാതെ എന്നെ കരഞ്ഞു പോയി. ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഇരിക്കുക. ആ ഒരു അവസാനത്തെ കുറച്ച് നേരം നമുക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ആവും. വല്ലാണ്ട് തോന്നും. അപ്പൊ എനിക്ക് തന്നെ ആ ഒരു സീൻ കണ്ടപ്പോ എനിക്ക് തന്നെ വല്ലാണ്ടായി. ഞാൻ കരഞ്ഞു, ഉള്ളത് പറയാം, ഞാൻ കരഞ്ഞു. ശരിക്കും ആ ഒരു സീനുണ്ട്, അതൊക്കെ ഞാൻ കരഞ്ഞു പോയി. പിന്നെ ടോവിനോ പെർഫോമൻസ് എടുത്ത് പറഞ്ഞ അദ്ദേഹം ഇടുക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലും ഒരു രക്ഷയുടെ ഇമോഷണൽ സീനായാലും ടോട്ടലി ആ ഒരു കഥാപാത്രം പുള്ളി ജീവിക്കുകയാണ് ആ ഒരു സിനിമയിൽ. സുരാജേട്ടനും ടൊവിനും തമ്മിൽ ബോണ്ടുള്ളായിരുന്നു. ചെയ്യാൻ ഒരു രക്ഷയില്ല. അത് ഞാൻ പറഞ്ഞ ഈ പടം ഒരു രക്ഷയില്ല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ തന്നെയാണ് നരിവേട്ട. ഇത് മുത്തങ്ങ സമരം. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും. അതിനെ ആസ്പദമാക്കി അടുത്ത ഒരു സിനിമയാണ് ഇത്. എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, അപ്പൊ ശരിയാണ്.